നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ കാർത്തി, എന്നാ തുടങ്ങിക്കോ കംസവധം കഥകളി. എന്റെ കൈക്ക് പണിയായല്ലോ. ഈ സമയത്ത് ഒരളിയ യുദ്ധം വേണ്ടി വരുന്ന് ഞാൻ കരുതിയില്ല. നീ ആരുടെ പെർമിഷനോടെ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? ഇറങ്ങണ വെളിയില്. എനിക്കിനി ഇതിനകത്ത് കയറണമെങ്കിൽ നിങ്ങളുടെ ആരുടെയും പെർമിഷൻ വേണ്ട. അയ്യോടാ, പെർമിഷൻ വേണ്ടെന്നോ? നീ ആര്, ജില്ലാ കളക്ടറോ? ഇറങ്ങണ വെളിയില്. ജഗദീഷേട്ടാ, നമ്മൾ തമ്മിലൊരു പ്രശ്നം വേണ്ട. നിങ്ങൾ എന്റെ പെങ്ങളുടെ ഭർത്താവാ. ഞാൻ നിന്നെ എന്റെ ഭാര്യയുടെ ആങ്ങളായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ? അംഗീകരിച്ചില്ലെങ്കിലേ അംഗീകരിപ്പിക്കും. നാട്ടുകാരറിഞ്ഞ് നിയമപരമായിട്ട് കല്യാണം കഴിച്ച് തന്നതാ ഇവരെ നിങ്ങൾക്ക്. വെറുതെ വേഷം കെട്ടിറക്കല്ലേ. വേഷം കെട്ടിറക്കി നീ എന്തിയോടാ? എന്നാ ആദ്യത്തെ പുത്തിരി. എന്താ സ്വഭാവം മാറോടി? അതെനിക്കിഷ്ടമായി. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതരുത്. ആരാടാ ഇത്ര ചോദിക്കാൻ? ഇറങ്ങടാ ഞങ്ങളുടെ മുറ്റത്തുനിന്ന്. വൈശാഖിനെ ഞാൻ വിളിച്ചിട്ടാ വന്നത്. കണ്ണി കണ്ട വൃത്തികെട്ടവരെയൊക്കെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാൻ നീ ആരാടി? ഇവിടുത്തെ പരമാധികാരികൾ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയും ജനാർദ്ദന കൈമളുവാ. ആയിക്കോട്ടെ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചിട്ടുള്ളത് ഈ നിൽക്കുന്ന മുത്തശ്ശിയാ. എന്നുവെച്ച് ഇവനെയൊക്കെ ഇവിടെ വിളിച്ചു കയറ്റാൻ ആ വ്യവസ്ഥകളില്ല. വൈശാഖിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാ ഒപ്പം ഞാനും ഇറങ്ങും. ഇറക്കി വിടാതെ പിന്നെന്താ അവനെ കയറ്റി ഇവിടെ താമസിപ്പിക്കണോ? വൈശാഖ് ഇവിടെ ഈ ഔട്ട് ഹൗസിൽ താമസിക്കും. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. ഈ കംസൻ ഇവിടെ താമസിക്കുമെന്ന്. ഇതാണ് മൈഥിലി സ്വയംവരം ആട്ടക്കഥ. എന്തോ പറഞ്ഞല്ലോ. പറഞ്ഞത് കേട്ടില്ലേ? മോനെ കാർത്തി, എന്നാ തുടങ്ങിക്കോ കംസവധം കഥകളി. ജഗദീശേട്ടാ, വൈശാഖേ, നിർത്താൻ. എന്റെ കുഞ്ഞുമായി ഞാൻ ഇവിടുന്ന് പോവാ. നിക്കടി അവിടെ. ആഹാ, ഇങ്ങോട്ട് കൊണ്ടുപാടി ഞങ്ങളുടെ കൊച്ചിനെ. ഇങ്ങോട്ട് തരാൻ. കുഞ്ഞിനെ തരാൻ. മീനാക്ഷി, ദാ പിടിക്കുന്നിന്റെ കുഞ്ഞിനെ. നീ നിന്റെ പാട്ടിന് പോടി. ഇവനെയൊക്കെ ചെമ്പകമംഗലത്ത് കയറ്റി താമസിപ്പിച്ചിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഞങ്ങൾക്ക് വേണ്ട.
കുഞ്ഞിനെ പ്രസവിച്ച അമ്മയല്ലെന്ന് കരുതി നിനക്ക് ഞങ്ങൾ പല പരിഗണനയും നൽകി, പല വിട്ടുപിടിച്ചുകയും ചെയ്തു. എന്നിട്ടും നീ ഞങ്ങളെ വെല്ലുവിളിക്കുന്നോടി. മാന്യന്മാർ താമസിക്കുന്ന വീട്ടിൽ കയറി എന്തു ആകാമെന്ന് കരുതിയോ? ഇറങ്ങടി വെളിയില്. ഞങ്ങൾ കേസ് പറഞ്ഞു കുഞ്ഞിനെ വാങ്ങിച്ചോളാം. ഞങ്ങളുടെ കുഞ്ഞാ ഇത്. നിന്റെ അവിഹിത കഥ മുഴുവൻ കോടതിയെ ബോധ്യപ്പെടുത്തിയോ? ഇനി ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കുഞ്ഞിനെ കാണാൻ പോലും പറ്റില്ല. ചില കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറായപ്പോ അവളങ്ങ് കയറി വിളയ നോക്കിയിരിക്കുക. ഇറങ്ങി പോടി ഇവിടുന്ന്. പണിയൊന്നും പാളിയല്ല. ഇവിടുന്ന് പിടിവിട്ട ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ പറ്റില്ല. തന്ത്രപൂർവ്വം നിൽക്കണം. കൂടുതൽ വരട്ടാൻ ഇങ്ങോട്ട് വരണ്ട. കുഞ്ഞിനെ താൽക്കാലികമായി എനിക്ക് കൊണ്ടുപോകാന്ന് കോടതി ഉത്തരവായിട്ടാ ഞാൻ നിൽക്കുന്നെ. കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. ഒരിക്കൽ കൂടി പോലീസുകാരും വക്കീലും ഒക്കെ കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. അവരിനി വന്ന നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി ചാർജ് ചെയ്യും. കുഞ്ഞിനെ ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. കോടതി ഉത്തരവുള്ളതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഇവള് പോവും മുത്തശ്ശി. നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൈവിട്ട് പോവും. മീനാക്ഷി, ഇവളെ വിടരുത് മുത്തശ്ശി. അവൾ അങ്ങനെ ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല മീനാക്ഷി. നീ വിഷമിക്കാതെ. നീ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിച്ചതാ. പക്ഷേ ഇവനെ ഈ വീട്ടിനകത്ത് ഇനി താമസിപ്പിക്കാൻ പറ്റില്ല. ഞാനും വൈശാഖും കൂടി ഒന്ന് ആലോചിക്കട്ടെ. വൈശാഖേ, വന്നേ. മൈഥിലി, നമ്മളിപ്പോ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ പ്ലാൻ വേറെയല്ലേ? നീ ആ കാര്യം നടപ്പിലാക്കിയിട്ട് വാ. ആ കാര്യം നടപ്പാക്കിയിട്ട് ഞാൻ വരൂ. ഇത് ഇവരുടെ മുന്നിൽ ഞാൻ കാണിക്കുന്ന ഒരു ഡ്രാമയാ. എന്നാ നീ പൊയ്ക്കോ. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോണേടാ. ശരി. ദേ, തൽക്കാലം ഞാനങ്ങ് പോവാ. പിന്നെ നിന്നെ ഈ ഏരിയ കണ്ടുപോരുത്. ഓ, ആ, അഥവാ ഇനി ഇതുപോലെ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലേ അച്ഛൻ പണിക്കരോടും അമ്മ പണിക്കരോടും യാത്ര ചോദിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഒന്ന് പോടാ. ആ, പിന്നെ ഒരു മുട്ടനാടിനെ വാങ്ങിച്ച് സൂപ്പ് വെച്ച് കുടിച്ചോ. ഇല്ലെങ്കിൽ നീ ചത്തു. അമ്മാതിരി ഇടിയാ ഇവൻ ഇടിച്ചത്. ഒന്ന് പോടാ അവിടുന്ന്. ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.